നമസ്കാരം. ഡിവൈൻ അസ്ട്രോ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അറിയാതെ പഠിച്ചെടുത്ത ചില പ്രധാനപ്പെട്ട പാഠങ്ങളെക്കുറിച്ചാണ്. ഈ പാഠങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വഴികാട്ടി പോലെയാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ഓരോ ദിവസവും വളരുന്നു, ഓരോ അനുഭവങ്ങളിൽ നിന്നും എന്തെങ്കിലും പഠിക്കുന്നു. ചില പാഠങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കും, ചിലത് നമ്മളെ വേദനിപ്പിക്കും, മറ്റു ചിലത് നമ്മളെ കൂടുതൽ കരുത്തരാക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ആർജിച്ച എനിക്ക് ഒരുപാട് വിലപ്പെട്ടതെന്ന് തോന്നിയ 4 ജീവിത പാഠങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് നിങ്ങളുടെ കുട്ടികളോടും സുഹൃത്തുക്കളോടും നിങ്ങൾ സ്നേഹിക്കുന്നവരോടും പങ്കുവെക്കണം. കാരണം അറിവ് പങ്കുവെക്കുമ്പോഴാണല്ലോ അത് വളരുന്നത്, അല്ലേ? അതിൽ ഞാൻ പഠിച്ച 1ാമത്തെ പാഠമാണ് വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ വളരെ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വാക്കുകൾക്ക് വാല്യൂ കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അവരുടെ വാക്കുകൾക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അവരെന്തോ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, അത്രമാത്രം. എന്നാൽ ചിലരുണ്ട്, വളരെ കുറച്ചേ സംസാരിക്കൂ, പക്ഷേ അവർ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് വലിയൊരു ശക്തി ഉണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കും, അതിനൊരു വില കൊടുക്കും. എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഇതൊരു ചെറിയ കാര്യമായി തോന്നുമെങ്കിലും ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെ പറയുന്ന ഒരു വാക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഓരോ വാക്കും ശ്രദ്ധിച്ച് ആലോചിച്ച് ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും. ആളുകൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം കൂടും. അതുകൊണ്ട് എന്ത് സംസാരിക്കുന്നതിന് മുൻപും ഒന്ന് ചിന്തിക്കുക. നമ്മുടെ സംസാരം ആവശ്യമുള്ളതാണോ? അത് ആർക്കെങ്കിലും ഉപദ്രവമാകുമോ? അതിൽ സത്യമുണ്ടോ? ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഒരുപാട് സംസാരിക്കുന്നതിന് പകരം നല്ല കാര്യങ്ങൾ, പ്രയോജനകരമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ വാക്കിനും ഒരുപാട് പ്രാധാന്യം ലഭിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരുപാട് മാറ്റം വരും. ഇനി 2ാമത്തേതാണ് വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. 2ാമത്തെ പാഠം, ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതരം ആളുകളെ കണ്ടുമുട്ടും, അല്ലേ? ചിലർ നമ്മളെ പ്രശംസിക്കും, ചിലർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. എന്നാൽ ഒരു വലിയ വിഭാഗം ആളുകളുണ്ടാകും, അവർ എപ്പോഴും നമ്മളെ വിമർശിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അവർ നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കും. പലപ്പോഴും നമ്മൾ അവരുടെ ഓരോ ചെറിയ അഭിപ്രായത്തെയും ഓരോ വിമർശനത്തെയും വ്യക്തിപരമായി എടുക്കാറുണ്ട്. അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ വിഷമിക്കും, കരയും, ചിലപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെടും. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ചിലരൊഴികെ ഭൂരിഭാഗം ആളുകളും അവരുടെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കൊരു പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ അതിനെ വാനോളം പുകഴ്ത്തുന്നു. പക്ഷേ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ആ പാട്ട് ഒട്ടും ഇഷ്ടമല്ല. അതിനർത്ഥം ആ പാട്ട് മോശമാണെന്നാണോ? അല്ലല്ലോ. അത് നിങ്ങളുടെ സുഹൃത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അതുപോലെയാണ് വിമർശനങ്ങളും. ഒരാൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ അതവരുടെ കാഴ്ചപ്പാടാണ്, അതവരുടെ ചിന്തയാണ്. അതിന് നിങ്ങളുടെ വ്യക്തിത്വവുമായി ഒരു ബന്ധവുമില്ല. ലോകത്തിൽ എല്ലാറ്റിനും വിമർശനം ഉണ്ടാകും. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അതിനെ വിമർശിക്കാൻ ആളുകളുണ്ടാകും. നമുക്കൊരു സിനിമ ഇഷ്ടമാകുമ്പോൾ അതിനെ മോശമെന്ന് പറയുന്ന ഒരാളുണ്ടാകും, അല്ലേ? അതുകൊണ്ട് വിമർശനങ്ങളെ കേൾക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് പഠിക്കാനുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളുടെ എഴുത്തിനെ വിമർശിക്കുമ്പോൾ അതിലെന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടോ എന്ന് ആലോചിക്കുക. ഇനി 3ാമത്തെ പാഠമാണ് ബുദ്ധിമുട്ടുകൾ വളർച്ചയുടെ പടികൾ. ഇത് ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരുപാട് പേർ എന്നോട് പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുമെന്നും തോന്നുന്നില്ല എന്നൊക്കെ. ആ സമയത്ത് ഞാൻ അവരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുമ്പോൾ ആ നിമിഷം നമുക്ക് ഒരുപാട് വിഷമവും നിരാശയും തോന്നും. എന്നാൽ പിന്നീട് സമയം കഴിയുമ്പോൾ
നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ആ പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്ന്. നമുക്കറിയാം, ഒരു സ്വർണ്ണാഭരണം ഉണ്ടാക്കുമ്പോൾ സ്വർണത്തെ തീയിലിട്ട് ഉരുക്കുന്നു. എന്തിനാണ്? അതിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും അതിനെ കൂടുതൽ തിളക്കമുള്ളതാക്കാനും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും. അവ നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നു, നമുക്ക് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു നദി ഒഴുകി നീങ്ങുമ്പോൾ അതിന് പാറക്കെട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകും. എന്നാൽ ആ തടസ്സങ്ങളെ അതിജീവിച്ച് നദി പുതിയ വഴികൾ കണ്ടെത്തുകയാണ്. കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ വിജയത്തിലേക്ക് നിങ്ങൾ എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ? ഉറക്കമില്ലാത്ത രാത്രികൾ, ഒരുപാട് പ്രയത്നങ്ങൾ, ഒരുപാട് കണ്ണുനീരുകൾ. ആ കഷ്ടപ്പാടുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അനുഭവ സമ്പത്തും ശക്തിയും ഉണ്ടാകുമായിരുന്നോ? ഇല്ല. നെല്ല് കുത്തിയാലേ അരി കിട്ടൂ എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും. അവ നമ്മളെ മാറ്റിയെടുക്കും, നമ്മളെ കൂടുതൽ നല്ല വ്യക്തിയാക്കും. അതുകൊണ്ട് വിഷമങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ അവയെ ഒരു വെല്ലുവിളിയായിട്ട് കാണുക. ഓരോ പ്രതിസന്ധിയും നിങ്ങളെ കൂടുതൽ ശക്തരും വിവേകശാലികളും ആക്കുന്നു എന്ന് ഓർക്കുക. എന്തായാലും നമ്മൾ ഇതൊന്ന് നോക്കിക്കളയാം എന്നൊരു മനോഭാവത്തോടെ അവയെ നേരിടുക. നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. കാരണം പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ നമ്മളെ നമ്മളാക്കുന്നത്. ഇനി 4ാമത്തെ പാഠമാണ്, ആളുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും. കുറച്ച് കാത്തിരിക്കുക. 4ാമത്തെയും അവസാനത്തെയും പാഠം. ഇത് വളരെ പ്രായോഗികമായ ഒന്നാണ്. നമ്മളെല്ലാവരും പലതരം ആളുകളുമായി ഇടപഴകുന്നു. ചിലരെ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും, ചിലരെ നമ്മൾ പെട്ടെന്ന് വെറുക്കും. എന്നാൽ ഞാൻ പറയുന്നത്, ഈ ലോകത്തിൽ ആളുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം, അവരുടെ യഥാർത്ഥ നിറം തീർച്ചയായിട്ടും കാണിക്കും. അത് നിങ്ങൾ അവർക്ക് കുറച്ച് സമയം നൽകിയാൽ മാത്രം മതി. ഒരു പുസ്തകത്തിന്റെ കവർ കണ്ടിട്ട് അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ കഴിയില്ല അല്ലേ? ചിലപ്പോൾ കവർ കാണാൻ മനോഹരമായിരിക്കും, പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാകില്ല. മറ്റു ചിലർ കവർ അത്ര ആകർഷകമൊന്നും അല്ലെങ്കിലും ഉള്ളടക്കം വളരെ മികച്ചതായിരിക്കും. അതുപോലെയാണ് ആളുകളും. ആദ്യ കാഴ്ചയിൽ നമ്മൾ ചിലപ്പോൾ ഒരാളെ കുറിച്ച് തെറ്റിദ്ധരിച്ചേക്കാം. ചിലപ്പോൾ ഒരാൾ വളരെ നല്ലവനാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ പിന്നീട് അവരുടെ യഥാർത്ഥ മുഖം നമ്മൾ കാണും. അല്ലെങ്കിൽ ഒരാൾ മോശമാണെന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ പിന്നീട് അവരെ അടുത്തറിയുമ്പോൾ അവർ നല്ലവരാണെന്ന് മനസ്സിലാകും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ അവരുമായി കൂടുതൽ അടുത്തിടപഴകുമ്പോൾ, അവരുടെ പ്രവൃത്തികളിലൂടെ, അവരുടെ പ്രതികരണങ്ങളിലൂടെ, അവർ സന്തോഷത്തിലായിരിക്കുമ്പോൾ, അവർ ദേഷ്യത്തിലായിരിക്കുമ്പോൾ, അവർ ദുഃഖത്തിലായിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്ന് കാണുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ളവർ ഒരുപാട് പേർ സ്നേഹം അഭിനയിക്കുന്നവർ, സൗഹൃദം നടിക്കുന്നവർ. അവർ നമ്മളെ പുകഴ്ത്തും, നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ ഓടിമറയും. അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അവർക്ക് സമയം കൊടുക്കണം. അതുപോലെ ഒരാൾക്ക് പെട്ടെന്നൊരു ലേബൽ കൊടുക്കരുത്. അവൻ മോശമാണ്, അവൾ നല്ലതാണ് എന്ന്. സമയം കൊടുക്കുക, കാത്തിരുന്ന് കാണുക എന്ന് നമ്മൾ പറയാറില്ലേ? ഈ ലോകത്ത് ആരും എന്നും അവരുടെ യഥാർത്ഥ മുഖം മറച്ചു വെക്കില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് പുറത്തു വരും. അതുകൊണ്ട് ആരെയെങ്കിലും പെട്ടെന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വെറുക്കുകയോ ചെയ്യാതെ അവർക്ക് സ്വയം തെളിയിക്കാൻ സമയം നൽകുക. നിങ്ങളുടെ ജീവിതത്തിൽ ആരെയെങ്കിലും ഉൾപ്പെടുത്തുന്നതിന് മുൻപോ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപോ അവരെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സമയമെടുക്കുക. ഇത് നിങ്ങളുടെ ഒരുപാട് തെറ്റിദ്ധാരണകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. ഈ 4 പാഠങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ക്ലാരിറ്റി നൽകിയിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് കേട്ടറിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലെയുള്ള നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.